എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ത്യൻ എക്സ്ക്ലൂസീവിൻ്റെ പീപ്പിൾ കണക്റ്റിംഗ് അറൗണ്ട് വേൾഡ്, അതായത് ലോകത്തിലേക്കുള്ള എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വിശകലനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ആനുകാലികമായിട്ട് നടക്കുന്നത് ഇറ്റലിയിൽ ബാരി എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന ഒരു G7, അതിനെക്കുറിച്ച് സംസാരിക്കാനാണ്. വളരെ നാളുകളായി ഈ ഡോക്ടർ ജോൺ മാത്യു നമ്മോടുകൂടെ ചേർന്ന ശേഷം ഈ ഒരു അഭിമുഖത്തിൽ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്കായിട്ട് ഹാർദവമായിട്ട് ക്ഷണിക്കുകയാണ്. ഡോക്ടർ ജോൺ മാത്യു, ഗുഡ് മോർണിംഗ്. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. അപ്പോൾ വളരെ ആനുകാലികമായിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. G7 എന്താണ് ഈ G7 എന്ന് ഉദ്ദേശിക്കുന്നത്? G7 എന്ന് പറയുന്നത് വെസ്റ്റേൺ ഏറ്റവും ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള നേഷനുകളുടെ ഒരു കൂട്ടായ്മയാണ്. അതില് അമേരിക്ക, കാനഡ, പിന്നെ ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, പിന്നെ യുണൈറ്റഡ് കിങ്ഡം, ജപ്പാൻ, ഇത്രയും രാജ്യങ്ങൾ. അതിനകത്ത് വെസ്റ്റേൺ കൺട്രി അല്ലാതെ ഉള്ളത് ജപ്പാനാണ്. ജപ്പാനും ഹൈലി ഇൻഡസ്ട്രിയലൈസ്ഡ് ആണ്. അപ്പൊ അങ്ങനെയുള്ള നേഷനുകളുടെ കൂട്ടായ്മയാണ് G7. ഇതിന് മുമ്പ് കുറെ കാലത്തേക്ക് G8 ആയിരുന്നു. അതിനകത്ത് റഷ്യ ഉണ്ടായിരുന്നു. പക്ഷെ റഷ്യനെ ആ ഗ്രൂപ്പിൽ നിന്ന് എക്സ്പെൽ ചെയ്തു. പക്ഷെ ഇതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷൻസും ഇതിനകത്തില്ല. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചൈന ലോകത്തിലെ രണ്ടാമത്തെ വലിയ എക്കോണമിയാണ്. ചൈന ഇല്ല. ഇന്ത്യ ആണെങ്കിൽ തന്നെ ലോകത്തിലെ വലിയൊരു എക്കോണമിയാണ്. ഇന്ത്യ ഇതിന്റെ പാർട്ടല്ല. പക്ഷെ ഇന്ത്യയെ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് ഈ മീറ്റിംഗിലേക്ക് ക്ഷണിക്കാറുണ്ട്. പക്ഷെ പ്രൈമർലി ഈ G7 വെസ്റ്റേൺ ഇൻഡസ്ട്രിയലൈസ്ഡ് ക്യാപിറ്റലിസ്റ്റിക് നേഷൻസിന്റെ ഒരു കൂട്ടായ്മയാണിത്. അപ്പോൾ ഇതുപോലെയുള്ള ഉച്ചകോടികൾ നമ്മൾ പറയാം. പിന്നെ അതുപോലെ തന്നെ G20 ഉണ്ട്, G8 നമ്മുടെ ഡോക്ടർ പറഞ്ഞ പോലെ റഷ്യനെ എക്സ്പെൽ ചെയ്തിരിക്കുകയാണ്. പ്രത്യേകം ഈ യുദ്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിലുള്ള ആ ചർച്ചകളൊന്നും പുരോഗമിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ പ്രാവശ്യം അവർ വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണ് ഒരു പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റായിട്ട് ഇവിടെ തിരഞ്ഞെടുക്കാനുള്ള കാരണം, അതിൻ്റെ പാർശ്വമായിട്ടുള്ള പരിണത ഫലങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാമോ? അതായത് എനിക്ക് തോന്നുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റി ഇപ്രാവശ്യം ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് അതിനെപ്പറ്റി ഒരു കീനോട്ട് സ്പീക്കറായിട്ട് പോപ്പ് ഫ്രാൻസിസിനെ അവർ ഇൻവൈറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയ ഒരു ശ്രദ്ധേയമായ കാര്യം. അതിന്റെ കാരണം പോപ്പ് ഫ്രാൻസിസ് ആക്ച്വലി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു വിക്ടിമാണ്. കാരണം പുള്ളി വളരെ എളിമയും അതുപോലെ തന്നെ ലാളിത്യത്തിന്റെ ഉടമയാണെന്ന് പൊതുവെ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ധാരാളം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ടുള്ള വീഡിയോസ് എല്ലാം പ്രചരിക്കുന്നുണ്ട്. അതായത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ജാക്കറ്റ് ഇട്ട് നിൽക്കുന്നതും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അപ്പൊ അദ്ദേഹം ആക്ച്വലി ആ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു വിക്ടിം ആയതുകൊണ്ട്, അത്രയും വലിയ ഒരു പേഴ്സണാലിറ്റി ആയതുകൊണ്ടും അദ്ദേഹത്തെ അതിന്റെ ഒരു ചീഫ് കീനോട്ട് സ്പീക്കറായിട്ട് ഇൻവൈറ്റ് ചെയ്തു എന്നുള്ളത് G7ന്റെ ആ ഒരു അതിലുള്ള ആ ഒരു ഇൻട്രസ്റ്റിനെയാണ് അവർ കാണിക്കുന്നത്. അപ്പൊ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പല രീതിയിൽ ഓവർ ടൈം ബിൽഡ് ചെയ്തൊരു കാര്യമാണ്. അതിപ്പോ ഇന്നലെ തുടങ്ങിയ ഒരു കാര്യമല്ല. പക്ഷെ ആ ടെക്നോളജി അഡ്വാൻസ് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ പാർശ്വഫലങ്ങളും വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത. അപ്പം മാർപ്പാപ്പ അതിനെപ്പറ്റി സംസാരിച്ചത് രാജ്യങ്ങളോട് ഒരു എത്തിക്കൽ യൂസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളതിനെ പറ്റി ഒരു കോമൺ കോഡ് ഡെവലപ്പ് ചെയ്തെടുക്കണം. എല്ലാ കമ്പനികളും അതുപോലെ രാജ്യങ്ങളും അതിൽ റെസ്പോൺസിബിൾ ആകണം എന്നുള്ളൊരു മെസ്സേജാണ് മാർപ്പാപ്പ കൊടുത്തത്. പക്ഷെ ഇതിലുള്ള ഒരു ചലഞ്ച് എന്താണെന്ന് വിചാരിച്ചാല്, ഇപ്പൊ നമ്മള് കുറെ ഡെമോക്രസിയുള്ള അല്ലെങ്കിൽ കുറെ കൂടെയൊക്കെ ഒരു ലോകത്തെ ഒരു നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയിലാണ് ഇത് പറയുന്നത്. അവരൊരു പക്ഷേ അത് ഡെവലപ്പ് ചെയ്തെന്നിരിക്കും. പക്ഷേ ഈ റോഗ് നേഷൻസ് എന്ന് പറയുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവർക്ക് ബാധകമല്ല. അവിടെയുള്ള കമ്പനികൾക്ക് ഇത് ബാധകമല്ല. നമ്മൾ ഈ ഡാർക്ക് സ്പേസ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് പോലെ അങ്ങനെയുള്ള കമ്പനികൾ അവിടെ ഉണ്ടാവും. അവരെല്ലാം ഏതെല്ലാം രീതിയിൽ ഇത് മിസ്യൂസ് ചെയ്യാമോ അതെല്ലാം ഒരുപക്ഷെ മിസ്യൂസ് ചെയ്തെന്നിരിക്കുക. അപ്പം ശരിയാണ്, ഒരു എത്തിക്കൽ യൂസ് നമുക്ക് കൊണ്ടുവരാം. അത് ഈ മേജർ ഡെവലപ്മെന്റ്
ഡെവലപ്ഡ് നേഷൻസിൽ അത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അറ്റ് ദ സെയിം ടൈം മറ്റ് രാജ്യങ്ങളിൽ അത് എങ്ങനെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, ഇമ്പോസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇപ്പം നമുക്ക് ഇപ്പൊ നോക്കിയാലും ഈ കോളേജുകളും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ സ്റ്റുഡൻസ് വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് ChatGPT എന്നൊക്കെ പറയുന്ന സംഗതികൾ ഉപയോഗിച്ച് എസ്സേകൾ എഴുതാനും സ്റ്റേറ്റ്മെന്റുകൾ, ആൻസറുകൾ കണ്ടുപിടിക്കാനൊക്കെ അവർ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതുപോലെ തന്നെ അങ്ങനെ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള സോഫ്റ്റ്വെയർ ഇപ്പൊ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഇതിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കംപ്ലീറ്റ്ലി ലോകത്തെ മറിക്കുമോ എന്ന് ചോദിച്ചാൽ ഇതൊരു മേജർ ഷിഫ്റ്റ് ആണ്. ആ ഷിഫ്റ്റിൽ മൂലം കുറെ ജോലികൾ നഷ്ടപ്പെടും. പക്ഷേ പുതിയ ജോലികൾ അതുകൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പൊ പുതിയ ജോലികൾ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരുണ്ടോ എന്നൊക്കെ ഉള്ളതാണ് ഇതിന്റെ എത്തിക്കൽ യൂസ് എന്ന് പറയുന്നതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പൊ പല സ്ഥലത്തും നമ്മൾക്കറിയാം, ഇപ്പൊ ടോൾ പ്ലാസകളിലൊന്നും ടോൾ പിരിക്കുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ അത് ടോൾ പിരിക്കാൻ ആൾക്കാരില്ല, അപ്പൊ അതുകൊണ്ട് ജോലി പോയി. അതുപോലെ തന്നെ പല സൂപ്പർ മാർക്കറ്റുകളിലും ഇപ്പൊ ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആളുകളുടെ ആവശ്യമില്ല, എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്നു. അതൊക്കെ ഇതിന്റെ ബേസിക് ആപ്ലിക്കേഷൻസ് നടന്നതാണ്. അപ്പൊ അത് കൂടുതൽ ഡെവലപ്പ് ചെയ്യും തോറും അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ജോലികൾ ചിലപ്പം കൂടുതൽ നഷ്ടപ്പെട്ടെന്നിരിക്കും. അപ്പൊ അങ്ങനെ എല്ലാവരും അതിന് പുതിയ ട്രെയിനിങ്ങോടെ പുതിയ ജോലികൾ എടുക്കാൻ താല്പര്യമാകണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂകളാണ് ഈ രാജ്യങ്ങൾ എല്ലായിടത്തും ഫേസ് ചെയ്യുന്നത്. അപ്പൊ അതിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ ക്രിയേറ്റ് ചെയ്തു. അതിൽ മാർപ്പാപ്പായെ ഒരു കീനോട്ട് സ്പീക്കറായിട്ട് ഇൻവൈറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നത് അതിന്റെ ആ ഇമ്പോർട്ടൻസും അതിന്റെ ആ ഒരു പ്രോമിനൻസും അവര് കാണിച്ചു എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് കാണുന്ന ഏറ്റവും വലിയ ഒരു കാര്യം. അല്ല, അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിനെ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ ഈ ഫ്രീ മാർക്കറ്റിംഗ് അത് നമുക്ക് ഇപ്പോഴത്തെ ഒരു സവിശേഷതയാണ്. കാരണം നേരത്തെ ഒരു പ്രോഡക്റ്റ് നമുക്ക് വിപണിയിൽ ഇറക്കണമെങ്കിൽ ഇപ്പോൾ അത് എക്കണോമിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പോൾ യുദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എല്ലാ ഉപകരണങ്ങളും ഉണ്ടാക്കുന്നത് പ്രൈവറ്റ് ഏജൻസീസാണ്. അപ്പോൾ അവരുടെ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഒരു പ്രോഫിറ്റാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പഴയതുപോലെ നമുക്ക് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഈ വിപണിയെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ഇപ്പം എത്രയോ പുതിയതായിട്ടുള്ള സമ്പന്നന്മാരുണ്ടായിട്ടുണ്ട്. അതെല്ലാം വളരെ ചെറുപ്പക്കാരാണ്. അവരുടെ ആ ഒരു എനർജി, അവരുടെ കണ്ടുപിടുത്തങ്ങൾ അതൊക്കെ മാർക്കറ്റിൽ ആവശ്യക്കാരുണ്ട്. അതനുസരിച്ച് അതിനെ മാറ്റപ്പെടുത്തുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ ഒരു റെഗുലേഷൻസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് വെക്കുന്നത് എത്രമാത്രം അതിനെ നമുക്ക് രൂപീകരിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു സംശയകാര്യമാണ്. എങ്കിലും ചർച്ചകളും ഇതുപോലെയുള്ള നയതന്ത്ര ബന്ധങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറയുന്നത് 2030 കാർബൺ, അതായത് നമ്മുടെ കൽക്കരി യുടെ ഉപയോഗം തീർച്ചയായിട്ടും നിർത്തലാക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ അതിനെക്കുറിച്ചുള്ള ഒരു പ്രോഗ്രസ് ഒന്നും നമുക്ക് കാണുന്നില്ല. പ്രത്യേകിച്ച് ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിലൊന്നും ഇതിൻ്റെ മാർക്കറ്റിംഗ് കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ കൽക്കരി എന്ന് പറയുന്നത് ഒരു ചീപ്പ് സോഴ്സ് ഓഫ് എനർജിയാണ്. അത് ഇന്ത്യയിലും ചൈനയിലും മാത്രമല്ല, അമേരിക്ക പോലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ കോള് വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ക്ലീൻ കോൾ ടെക്നോളജി എന്നൊക്കെ പറയുന്ന പുതിയ രീതിയിലുള്ള കോളിനെ ബേൺ ചെയ്യുന്ന ടെക്നോളജിയൊക്കെ വലുതായിട്ട് ഡെവലപ്പ് ചെയ്ത് തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഈ ഡെവലപ്ഡ് നേഷൻസിൽ അത് കുറച്ചും കൂടി ആപ്ലിക്കബിൾ ആവുമെങ്കിലും ഡെവലപ്പിംഗ് നേഷനുകളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ആ എനർജിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലാവും. അപ്പൊ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാതെ വരുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ചീപ്പ് സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് നേഷൻസിൽ ഇപ്പം ബംഗ്ലാദേശ് എടുത്താലും ഇന്ത്യ എടുത്താലും ഇപ്പൊ ചൈന കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയി, എന്നാലും ഈ എല്ലാ രാജ്യങ്ങളിലും അവരുടെ ആ മാനുഫാക്ചറിങ് ഔട്ട്പുട്ടിനെ കൂട്ടാനും അതിന്റെ ആ കോസ്റ്റ് ഓഫ് ഗുഡ്സ്, അതായത് അത് കുറയ്ക്കാനും അതുപോലെ തന്നെ സാധാരണക്കാർക്ക് ആവശ്യമായുള്ള പവർ ലഭ്യമാക്കാനും ഒക്കെ ഈ കോള് പോലെയുള്ള എനർജി സോഴ്സസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഒരു 2030 മുമ്പ് കോൾ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പ്രോബബ്ലി ഇമ്പോസിബിൾ ആണ്. പക്ഷേ ഐ തിങ്ക് പുതിയ പുതിയ ഈ റിന്യൂവബിൾ എനർജി ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇപ്പൊ ഒരുപക്ഷെ കുറച്ചുകൂടെ കോളിന്റെ ഉപയോഗം കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഈ കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുന്ന കോള് മാത്രമല്ലല്ലോ, തീർച്ചയായിട്ടും ഈ ബേൺ ചെയ്യുന്ന ഫ്യൂവൽ എല്ലാം പുറത്തോട്ട് വിടുന്നത് കാർബൺ തന്നെയാണ്. അതിന് ഈ പറയുന്ന നമ്മുടെ ഇലക്ട്രിക് കാറുകളൊക്കെ ഒരുപക്ഷെ ഒരു പരിധി വരെ ഇതിനെ കുറയ്ക്കാൻ സാധിക്കുമെങ്കിലും ഇന്നും ആ ഇലക്ട്രിക് കാറിന്റെ ടെക്നോളജിയും അതിന്റെ ബാറ്ററി ടെക്നോളജിയും ഒക്കെ സാധാരണക്കാരന് റീച്ച് ഔട്ട് ചെയ്യാവുന്നതിന്റെ അപ്പുറത്താണ് ഇന്ന് അതിന്റെ കോസ്റ്റ്.
അപ്പൊ ഇതെല്ലാം കുറയുന്നതിലൂടെയും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിൽ കൂടെ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു കംപ്ലീറ്റ് സ്റ്റോപ്പേജ് എന്ന് പറയുന്നത് നമുക്ക് സാധിക്കുകയുള്ളൂ. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ കോൺവെർസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകം മുഴുവൻ ക്ലൈമറ്റ് കഴിഞ്ഞൊരു 3-4 കൊല്ലമായിട്ട് നോക്കിയാലും മൊത്തത്തില് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അതിന്റെ വിക്റ്റിമാണ്. നമ്മളെല്ലാവരും ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. മഴയില്ലാത്തടത്ത് മഴയുള്ളിടത്ത് വെയില് വരുന്ന സമയത്ത് മഴ, അങ്ങനെ മൊത്തത്തില് ലോകത്തിൽ ക്ലൈമറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുന്ന ഒരു സമയമാണ്. അതിന്റെ കാരണം കാർബൺ ഫുട് പ്രിന്റ് മാത്രമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് 100% പറയാൻ പറ്റിയില്ലെങ്കിലും തീർച്ചയായിട്ടും അന്തരീക്ഷ മലിനീകരണം ഇതിന്റെ ഒരു ഭാഗമാണ് എന്ന് പല സയന്റിഫിക് സ്റ്റഡീസും വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ആ ഒരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു ആസ്പിറേഷണൽ ഗോൾ വളരെ നല്ലതാണ്. പക്ഷേ അത് ആസ്പിറേഷൻ ഹാസ് ടു ഫോളോ അപ്പ് വിത്ത് എ ട്രെമൻഡസ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് സോ ദാറ്റ് ആക്ച്വലി മറ്റ് സോഴ്സുകളിൽ നിന്നുള്ള എനർജി ആൾക്കാർക്ക് ലഭ്യമാക്കുകയും അത് റിലേറ്റീവ്ലി ഇൻഎക്സ്പെൻസീവ് ആക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിൽ നിന്ന് കംപ്ലീറ്റ് മോചനം ഉണ്ടാവുള്ളൂ. അത് ഈ കാലാവസ്ഥയിലുള്ള പരിണാമങ്ങൾ നമ്മൾ പല കാലങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പം അത് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഒരു പരിധിവരെയും ഈ ഘടകങ്ങൾ അതിനെ സ്വാധീനിക്കാൻ പറ്റും. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പോലെ ചേഞ്ച് ഈസ് ദ ഓൺലി റിയൽ തിങ്, എവറിത്തിങ് ഈസ് ചേഞ്ചിങ്. അപ്പോൾ അതിനേക്ക് വരണം. അപ്പോൾ അതിൽ കൂടുതൽ നമുക്ക് നമ്മളുടെ രാജ്യത്തെ 3-ാമത്തെ പ്രാവശ്യം പ്രധാനമന്ത്രിയായ ശേഷം നരേന്ദ്രമോദിയുടെ ആ ഒരു പ്രസൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അദ്ദേഹം ഇന്നലെ തന്നെ മാർപ്പാപ്പായനെയൊക്കെ ആലിംഗനം ചെയ്ത് തീർച്ചയായിട്ടും ഈ വരുന്ന മാസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് മിക്കവാറും മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് വരുവാനുള്ള ആ ഒരു പുരോഗതി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂർ ഇലക്ഷനും ഒക്കെ ഒരു നല്ല ഒരു വിശ്വാസം ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്താണ് ഗൃഹമായിട്ടൊന്ന് പറയാമോ? ശരിക്കും പറഞ്ഞാൽ നമ്മള് ഇപ്പം പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇലക്ഷനുകളൊക്കെ വരുമ്പോൾ ജയിക്കാൻ വേണ്ടിയിട്ട് പാർട്ടികൾ പലതര തന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും എനിക്ക് പൊതുവെ തോന്നിയിട്ടുള്ളത് ഈ നരേന്ദ്രമോദി കഴിഞ്ഞ 10-12 കൊല്ലം പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ അഫയേഴ്സ് ടീം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ എക്സ്റ്റേണൽ അഫയേഴ്സ് ടീമിന്റെ തീർച്ചയായിട്ടും വിജയമാണ്. മറ്റേ മിസ്റ്റർ ജയശങ്കർ ഒക്കെ വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഫോറിൻ മിനിസ്റ്ററാണ്. നമ്മളതിന് പാർട്ടിയൊന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ ഒരു വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുവാൻ മോദി ഗവൺമെന്റ് വന്നതിന് ശേഷം കുറെ കൂടെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു ഫാക്റ്റാണ്. അപ്പൊ അതൊരു പക്ഷേ ഇന്ത്യയുടെ ആ എക്കണോമിക് ബൂസ്റ്റ്. ജയശങ്കറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അമേരിക്കൻ അംബാസഡർ ആയിരുന്നു, അതുപോലെ തന്നെ റഷ്യയിലിരുന്നു. അപ്പോൾ ഇതിന്റെ ആ ഒരു യഥാർത്ഥമായിട്ടുള്ള ആ രൂപങ്ങൾ പുള്ളിക്ക് വ്യക്തമായിട്ട്, അതുപോലെ ശക്തനായിട്ടുള്ള ഒരു ഫോറിൻ എക്സ്റ്റേണൽ മിനിസ്റ്റർ നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സംശയമാണ്. അപ്പൊ അത് അത്രമാത്രം പ്രാബല്യമുള്ള ഒരു പുള്ളി ആക്ച്വലി ജയശങ്കർ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഞാനൊരു പൊളിറ്റീഷ്യൻ ആർട്ടിക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ഡോക്ടർ തരൂര് മാത്രമേ ഉള്ളൂ. കാരണം അത്ര എഫക്റ്റീവായിട്ട് ഒരു ഡിബേറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും അത് വളരെ സക്സിൻറ്റ് ആയിട്ട് ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ നമുക്ക് ആക്ച്വലി ശരിക്കും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണേൽ പറയാം. ലാംഗ്വേജ് ഉണ്ട്, ഗ്രാഹ്യമുണ്ട് നന്നായിട്ട് ലോകത്തിലെ റിലേഷൻഷിപ്പുകളെ പറ്റി, അങ്ങനെ വളരെ സക്സസ്ഫുൾ ആണ്. അപ്പൊ അതിൽ നമ്മൾക്ക് വന്നിട്ടുള്ള ചില റെസ്പെക്റ്റബിൾ സിറ്റുവേഷൻസ് അത് നമുക്ക് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് G7 നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണ്. അതിന് മൊത്തം ഇന്ത്യനെ ആകെ 10 പ്രാവശ്യം ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളൂ ഇൻ ദ ഹിസ്റ്ററി. അപ്പൊ അതിൽ കഴിഞ്ഞ 5 കൊല്ലമാണ് ഉണ്ടായത്. അപ്പൊ അതുപോലെ തന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, ഇറ്റലിയുമായിട്ട് ഇന്ത്യക്ക് വളരെ നല്ലതല്ലാത്തൊരു റിലേഷൻഷിപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ കഴിഞ്ഞ 1-2 കൊല്ലം കൊണ്ട് പുതിയ പ്രൈം മിനിസ്റ്റർ വന്നതിന് ശേഷം, ഇറ്റലിയിൽ പുതിയ പ്രൈം മിനിസ്റ്റർ വന്നതിന് ശേഷം ഇന്ത്യയും ഇറ്റലിയുമായിട്ടുള്ള ബന്ധം വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള നയതന്ത്ര ബന്ധങ്ങളിലുള്ള ഇന്ത്യയുടെ വിജയം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നെഗേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഈ മോഡി ഗവൺമെന്റിനെ, നരേന്ദ്രമോദി ലീഡ് ചെയ്യുന്ന ഇന്ത്യ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അത് തീർച്ചയായിട്ടും ഒരു നേട്ടം തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു നല്ല ലോകം നമ്മുടെ യുവജനങ്ങൾക്ക്, ഇന്ന് ജനിക്കുന്നവർക്ക്, അവർക്ക് സ്വതന്ത്രമായിട്ട് നമ്മളെ കഴിഞ്ഞ് നന്നായിട്ട് ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാവരുടെയും ധർമ്മമാണ്. അതിന് ഈ ലോകരാഷ്ട്രങ്ങൾ എല്ലാം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കണ്ണികളായിട്ട് മാറട്ടെ. ഇപ്പോഴത്തെ യുദ്ധങ്ങളാണ്, അതൊക്കെ ഇന്നലെ അവർ സംസാരിച്ച ഒരു കാര്യങ്ങളാണ്. ഇപ്പോൾ എത്രയോ
എന്താണ് അർഹതയില്ലാതെ ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള യുദ്ധങ്ങളാൽ ഇപ്പം പാലസ്തീനിൽ നടക്കുന്ന ഇസ്രായേൽ പാലസ്തീൻ യുദ്ധങ്ങൾ ഇതൊക്കെ ഒരു വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ യുക്രൈൻ ഇപ്പോൾ ഏകദേശം 2 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവിടെയും വളരെ ഒരു ലോകത്തിൻ്റെ ഒരു പൊതു ലക്ഷ്യം അല്ലെങ്കിൽ ലോകത്തിൻ്റെ പൊതു നന്മ കണ്ടുകൊണ്ട് വേണം ഇവിടെയൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരിക്കലും ആർക്കും ഈ ദീർഘമായിട്ടുള്ള യുദ്ധങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് ലോകത്തെ എവിടെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് പല കാര്യങ്ങളിലും. അപ്പോൾ ഇതുപോലെയുള്ളൊരു നല്ല ലോകത്തിന് വേണ്ടി രാഷ്ട്ര തന്ത്രജ്ഞന്മാർ, രാഷ്ട്ര നേതാക്കന്മാർ, ലോക നേതാക്കന്മാർ ഒന്നിച്ച് കൂടട്ടെ. G7 പോലെയുള്ള എല്ലാ ഉദ്യമങ്ങളും നടക്കട്ടെ. അപ്പം പ്രത്യേകിച്ച് നമ്മളോടുകൂടി ചേർന്ന ഡോക്ടർ ജോൺ മാത്യുവിന് പ്രത്യേകം നന്ദി പറയുകയാണ്. അപ്പോൾ എല്ലാവിധത്തിലുള്ള നന്മകളും ആശംസിച്ചുകൊണ്ട് എന്തെങ്കിലും പറയാനുണ്ടോ ഇനി? ഇല്ല, ഞാൻ ഇതിനകത്ത് പറഞ്ഞ ഒരു അഡീഷണൽ പോയിന്റും കൂടെ ആഡ് ചെയ്യാനുള്ളത്, ഈ ഒരു G7 ഒരു മേജർ ടോപ്പിക് എന്ന് പറയുന്നത് ചൈനയുമായിട്ടുള്ള ട്രേഡ് റിലേഷൻ ആണ്. ഇനി ഈ G7 കൺട്രീസ് എങ്ങനെയാണ് ചൈനയുമായിട്ട് ട്രേഡ് കണ്ടിന്യൂ ചെയ്യുന്നത്? കാരണം ചൈനയുടെ ട്രേഡ് എന്ന് പറയുന്നത് ചീപ്പർ ഗുഡ്സ് ഡംപ് ചെയ്യുന്നത് കൊണ്ട് ധാരാളം പ്രശ്നങ്ങൾ ഡെവലപ്ഡ് കൺട്രീസിലും ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ ഒരു ഫെയർ ട്രേഡ്, എന്താണ് ഫെയർ ട്രേഡ് എന്ന് പറയുന്നതിനെ പറ്റി വളരെ സ്ട്രോങ് ആയിട്ടൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. കാരണം അത് വളരെ ലോകത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പല ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷൻസിലും മാനുഫാക്ചറിങ് ജോബുകൾ ഇല്ലാതാവുന്നതിന്റെ പുറകിലൊക്കെ ധാരാളം ഈ ചൈനയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പൊ അത് ഇവരുടെ ഒരു മേജർ പാർട്ടാണ്. അതുപോലെ തന്നെ ചൈന റഷ്യക്ക് ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നില്ലെങ്കിലും ടെക്നോളജി നോ ഹൗ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും ചൈന പോയി ധാരാളം പൈസ കൊടുത്തിട്ട് ആ രാജ്യങ്ങളെ എസെൻഷ്യലി അവരുടെ കീഴിലാക്കുന്ന ഒരുമാതിരി ഒരു പരിധി വരെ ഒരു കോളനൈസേഷൻ പോലത്തെ ഒരു സാഹചര്യം ഇപ്പോൾ ലോകത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ധാരാളം ഡിസ്കഷൻ ഇതിനകത്ത് നടക്കുന്നുണ്ട്. കാരണം ഒരു ബാലൻസ് ഇൻ ദ വേൾഡ് ഓർഡർ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനെ പറ്റിയാണ് അവര് പിന്നീട് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഇതെല്ലാം ഈ വാറ്, അതുപോലെ തന്നെ ട്രേഡ്, ക്ലൈമറ്റ്, അപ്പൊ ഇതെല്ലാം ഇപ്പോഴത്തെ ലോകത്തെ പിടിച്ചു കുലുക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ ഇവര് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഡിസ്കഷനിൽ നിന്നും ഒരു പ്രൊഡക്റ്റീവ് ഔട്ട്കം, കാരണം ഓരോ രാജ്യത്തിനും ഓരോ ഇൻട്രസ്റ്റും ഇതിന്റെ കോമൺ ഇൻട്രസ്റ്റിന് മേളിൽ അവരുടെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് വേറെയുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ബാലൻസ് ചെയ്ത് വരുമ്പോഴാണ് പലപ്പോഴും ഡിസിഷൻസ് ഡൈല്യൂട്ട് ആകുന്നതും, അല്ലെങ്കിൽ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വലിയ ഇംപ്ലിമെന്റ് ചെയ്താൽ പോലും അതിനൊരു വലിയ എഫക്റ്റീവ്നെസ് ഇല്ലാത്തതിന്റെയൊക്കെ പുറകിൽ അതാണ്. ഹോപ്പ്ഫുള്ളി എല്ലാവരും ഈ ഒരു കോമൺ ഗുഡിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുമെന്ന് നമുക്ക് കരുതാം. അപ്പോൾ ഇത്രയും സമയം ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് നന്ദി ഡോക്ടർ ജോൺ മാത്യുവിന്. അപ്പോൾ വീണ്ടും വരും വരെ ഞാൻ സൈനിങ് ഔട്ട്, ജോസ് ഫിലിപ്പ്. കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദി വേൾഡ്.